എല്ലാവർക്കും ദ റോമിംഗ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഒരു ആസ് എ EV കസ്റ്റമർ നമുക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് ഏത് തരത്തിലുള്ള സേവനമാണ് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ആഗ്രഹത്തിൽ സർവീസ് സെൻറ്ററിന് എന്തെല്ലാം ചെയ്തു തരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർവീസ് സെൻറ്ററിലോ ഷോറൂമിലോ ചെന്നാൽ നമ്മുടെ വണ്ടിയുടെ ഡീലർ നമ്മളെ നല്ല രീതിയിലാണ് വാം വെൽക്കമിങ് ചെയ്യുന്നത്. നല്ല രീതിയിൽ, അതിന് ഒരു ഡൗട്ടും ഇല്ല, അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും. എന്നിട്ട് നമ്മൾ സർവീസിന് കൊടുത്തു കഴിയുമ്പം അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പം ആ വാം വെൽക്കമിങ് ഒന്നുമല്ലാതായി പോകുന്ന ഒരു രീതിയിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. നമുക്ക് AC ഡിസിൻഫെക്ഷൻ, ഇൻറ്റീരിയർ ക്ലീനിങ്, പിന്നെ സസ്പെൻഷൻ ഗ്രീസിങ്, അങ്ങനെയുള്ള ഒട്ടനവധി ആഡ് ഓൺസ് അവർ നമ്മളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അറിയത്തില്ലാത്തവരാണെങ്കിൽ അതെല്ലാം കൊടുത്ത് ആ പൈസയും കൊടുത്ത് അവർ വണ്ടിയായിട്ട് പോരേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലൂട്ടിങ് ശരിക്കും ഒഴിവാക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഒരു വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, സാറേ ഇന്ന പോലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, സാറിൻ്റെ വണ്ടി ഇത്ര ദിവസം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ, പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇന്ന പോലെ ഒരു ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ ഞങ്ങൾക്കും അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇന്ന് വണ്ടി തരാമെന്ന് പറയും, അത് കഴിയുമ്പോൾ സാറേ ഇന്ന് ശരിയായില്ല, 2 ദിവസം കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഭയങ്കര ഒരു റോങ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതിന് പകരം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് തരും. അത് നിങ്ങളുടെ സാറിൻ്റെ വണ്ടിയുടെ പാർട്സ് വന്നിട്ടുണ്ട്, അത് മാറ്റി ഈ 2 ദിവസം അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി തരാം, അപ്പം സാറേ 2 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം അത് ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് നമ്മളിൽ തോന്നിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സർവീസ് സെൻറ്ററിൽ നിന്നുള്ള രീതിയിൽ എപ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. സർവീസ് സെൻറ്ററിലൊക്കെ മാർക്കറ്റിംഗ് ടീമും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർക്കും ഇതിനകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ സർവീസ് സെൻറ്ററിലെ മാനേജർമാരെയോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരെയോ അവർക്കും അഡ്വൈസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു വണ്ടിയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ സർവീസിലാണ്. സർവീസ് കുളവാക്കിയാൽ ഒരു കാരണവശാലും ആൾക്കാർ പോകില്ല. ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞാൽ അറിയാതെ വെട്ടം കണ്ടുപോയി വീണ കുറേ പേരാണ്. അത് മുന്നോട്ടും അങ്ങനെ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ തെറ്റായ ഒരു ചിന്താഗതി മാത്രമാണ്. നമുക്ക് നല്ല സർവീസ് കിട്ടിയാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടി തന്നെ പുതിയത് എടുക്കാണ്ട് നമ്മളെല്ലാം ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നല്ല സർവീസ് കൊടുക്കുന്ന സർവീസ് സെൻ്റർ ഉണ്ടോ അല്ലെങ്കിൽ ഷോറൂംസ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം ഒരു വണ്ടിയുടെ പാർട്സ് മാറുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് മാറേണ്ടതാണോ? ആണെങ്കിൽ മാത്രം മാറുക. ബാറ്ററി കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന ഒരാളെ അൺനെസസറി ആയിട്ട് വേറെ കാര്യങ്ങൾ മാറ്റാതിരിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുള്ളിയുടെ വണ്ടിയുടെ പാർട്സ് ഇല്ല, കംപ്ലൈൻ്റ് ആണ്, നല്ല ഒച്ചയാണ്, പക്ഷെ കമ്പനി ചോദിക്കുമ്പോൾ പാർട്സ് ഇല്ല, പാർട്സ് അവൈലബിൾ അല്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്നാ ചെയ്യും കസ്റ്റമർ ആ കംപ്ലൈൻ്റ് ആയ പാർട്സ് കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് പുള്ളിക്ക് വേറെ എന്തൊക്കെ നഷ്ടം വരുന്നെന്നുള്ളത് സർവീസ് സെൻ്ററിലുള്ള ആരും അല്ലെങ്കിൽ മാനുഫാക്ചററോ ചിന്തിക്കുന്നില്ല. അവർ ഫ്രീ ആയിട്ട് മാറി കൊടുക്കും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ? ഒരിക്കലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഒരു പരസ്യം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അതിനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ പരസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരുമാണ്. പരസ്യം നിങ്ങളുടെ പരസ്യമാണ് ഞങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ പരസ്യം എത്ര നന്നാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത്ര നല്ല രീതിയിൽ ഞങ്ങളെ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു EVയുടെ വണ്ടിയുടെ ബാറ്ററി മാറണമെന്ന് വെച്ചാൽ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്നവരോ അതല്ലെങ്കിൽ മാനുഫാക്ചറുടെ കീഴിലുള്ളവർക്കോ അറിയത്തില്ല എന്നാ വിലയുണ്ട് ബാറ്ററിക്കൊന്നും. അല്ലെങ്കിൽ ഒരു സർവീസ് വാറണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് എന്നാ കോസ്റ്റ് വരും എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റുന്നില്ല. മെയിൻ മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്സൊക്കെ റിപ്പയർ ചെയ്ത് തരണം. നമ്മൾ വാറണ്ടി കഴിഞ്ഞവർ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് വേറൊരിടത്ത് കൊണ്ടുപോകത്തില്ല. നമ്മൾ വേറൊരിടത്ത് കൊണ്ടുപോയിട്ട് ശരിയാക്കിയെന്ന് ഓർത്തു പിന്നീട് ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മളൊരു ലോങ് യാത്രയിലൊക്കെ നമുക്ക് പിന്നീട് ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ അവരെന്താ ചെയ്യുക? അവർ പറയും ഞങ്ങൾ റിപ്പയർ ചെയ്തതല്ല, പുറത്തുനിന്ന് റിപ്പയർ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ കാണണമെന്ന് പറയും. നമ്മൾ പെട്ടുപോവുകയല്ലേ.
അതുപോലെ ക്ലീനിങ്, വണ്ടി നമുക്ക് തരുമ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് തരണം. അതുപോലെ തന്നെ വാഷിംഗ് ആണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. വാഷ് ചെയ്യുമ്പം മിക്കവാറും ദിവസങ്ങളിൽ വാഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോർ പാഡിൻ്റെ അവിടെയുള്ള ബുഷുകൾ പലതും പോക്കാണ്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ ബുഷ് തന്നെ മാറണമെന്നുണ്ടെങ്കിൽ എന്നാ കോസ്റ്റ് ആവും എന്നുള്ളത് മാറിക്കഴിയുമ്പോൾ അറിയാം. ഒരു 200 രൂപയ്ക്ക് കുറയാതെ ആവും. ഈ വലുതും ചെറുതുമായ കാര്യങ്ങളെല്ലാം കൂടെ അടിച്ചേൽപ്പിക്കാതെ അത് നീറ്റായിട്ട് ക്ലീനായിട്ട് അത് മാറേണ്ട സാധനങ്ങൾ മാത്രം മാറി ഒന്ന് സഹായിക്കുക ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾക്ക് ആണെങ്കിൽ പിന്നീട് ആണെങ്കിലും മുന്നോട്ട് ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ മാനുഫാക്ചറുടെ വണ്ടി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നും. ഇത് നമുക്ക് ആ മാനുഫാക്ചറോട് എന്തെങ്കിലും എതിർപ്പുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടല്ല ഇതൊക്കെ സംസാരിക്കുന്നത്. ഇത് ഒരുപാട് പേര്, ഞാനൊരാളല്ല, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, എനിക്കൊരു പ്രശ്നവും നിലവിലില്ല. പക്ഷേ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, എൻ്റെ കൂട്ടത്തിൽ വണ്ടിയെടുത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പേര്. അതൊക്കെ മാനുഫാക്ചറർ തന്നെ മുന്നിട്ടിറങ്ങി ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഒരു കാര്യം റിപ്പയർ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയർ ക്വാളിറ്റി അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഇത് മാറ്റട്ടെ, അവരുടെ പിന്നെ ബാറ്ററി തരുന്നവരെയും അങ്ങനെയുള്ളവരെയൊക്കെ അവർ മാറ്റി പുതിയ ആൾക്കാരെ വെക്കട്ടെ. നമ്മൾ ഒരു ട്രസ്റ്റിൻ്റെ പുറത്തെടുത്തു, അത് കഴിഞ്ഞ് പെട്ടുപോയെന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ എടുക്കാതിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ, അതായത് ആസ് എ കസ്റ്റമർ നമുക്ക് ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തരുന്ന സർവീസ്, വണ്ടിയുടെ സർവീസ് അത് പക്കായിട്ട് ചെയ്തു തന്നാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പം ഇനിയെങ്കിലും ഈ ഒരു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തി അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത്. അതുപോലെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതെ ഒരുപാട് കസ്റ്റമേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം. നിങ്ങളും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾക്കും അതിനകത്ത് നിന്ന് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ വന്നാലേ ലാഭം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നണം, നിങ്ങളുടെ സർവീസ് പക്കായാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജെനുവിനായിട്ടാണ് അത് ചെയ്യുന്നത് എന്ന് തോന്നണം. കാരണം പൈസ നിങ്ങളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും ഒരുപോലെ വാല്യൂ ഉള്ളതാണ്. നിങ്ങൾ പൈസ കളയണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വർക്ക് ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കോസ്റ്റ് മുതലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനുഫാക്ചറോട് പറഞ്ഞിട്ട് അത് കൂട്ടി മേടിക്കേ. ചെറുതിനും വലുതിനുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കുത്തിപ്പിഴിയാതെ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്തു തന്നാൽ എന്ത് സഹായമാകുമെന്നറിയോ നമുക്ക് ഈ വണ്ടി കൊണ്ട് നമുക്ക് ലോങ് ടേം പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്ന് ഞങ്ങൾ ഈ ചെറിയൊരു സമൂഹം കസ്റ്റമേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ഏത് മാനുഫാക്ചറാണെങ്കിലും ഏത് ഡീലറാണെങ്കിലും അതുപോലെ ചെയ്യും. അതുപോലെ ഷോറൂമിൽ നമ്മളൊരു വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോറൂമിലെ സെയിൽസ് പേഴ്സണോട് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയുക. അവർക്കും പലപ്പോഴും അറിയുന്നില്ല. അവരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാനുവലൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ വണ്ടി, എന്തോരം പവറുണ്ട്, അതിൻ്റെ വാറണ്ടി ടേംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്കി തുറക്കുന്നത് എങ്ങനെയാണ്, അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഒരു ആക്ച്വേറ്റർ സ്റ്റക്കായാൽ എങ്ങനെ അത് റിലീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ വണ്ടി എടുക്കാൻ വരുന്നതിനെ ഒരു ഡൗട്ട്ഫുൾ ആക്കാതെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നാണെങ്കിലും പെർഫെക്റ്റായിട്ട് പറഞ്ഞു വിടാൻ പറ്റും. ഒട്ടുമിക്ക ഡീലർക്കും ഷോറൂമും ഉണ്ട്, സർവീസ് സെൻറ്ററും ഉണ്ട്. അല്ലാതെ ഷോറൂം തന്നെയുള്ള ഡീലറും ഇല്ല, സർവീസ് സെൻറ്റർ തന്നെയുള്ള ഡീലറും ഇല്ല. അതുപോലെ സർവീസ് സെൻറ്റേഴ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വാളിറ്റിയുള്ള ടെക്നീഷ്യൻ, അതായത് ഈ ഒരു കാര്യത്തെപ്പറ്റി അറിവുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് മുതലായവ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന കുറേ കോസ്റ്റുകൾ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തി അങ്ങനെ വേണം നമുക്ക് സർവീസ് തരാൻ വേണ്ടി. അല്ലാതെ ഒന്നും അറിയത്തില്ലാത്തവരെ സർവീസിന് കൊണ്ട് വെച്ചിട്ട് അവരൊരു കാര്യം പറയും, അത് മാറ്റിക്കഴിയുമ്പോൾ അതല്ലായിരിക്കും. അതുപോലെ തന്നെ ഈ മാനുഫാക്ചറർ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഒരു ലൈറ്റ് തന്നെ പല പല എറേഴ്സിന് വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമുക്കും മാത്രമല്ല സർവീസ് സെൻറ്ററിലുള്ള അവരുടെ ഡീലേഴ്സിനും അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലുള്ളവർക്കും എല്ലാം അതൊരു ഉപകാരപ്പെട്ട കാര്യമാണ്. ഇത് ഒരു ലൈറ്റ് തന്നെ പല കാര്യങ്ങൾക്കുണ്ട്. ഇത് ഏതിനാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. നമ്മൾക്ക് ബുക്കിനകത്ത് നോക്കുമ്പോൾ ഈ കാര്യം തന്നെ മറ്റോടത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റേ കാര്യം തന്നെ ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കാകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട്
മാനുഫാക്ചറും ശ്രദ്ധിച്ചാൽ ഇവിടെയുള്ള സർവീസ് സെൻറ്ററിലുള്ളവർക്കും പണി എളുപ്പമുണ്ട്, ഞങ്ങൾക്കും ഇന്ന പ്രശ്നം കൊണ്ടാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു മാനുഫാക്ചറർ അവരുടെ വണ്ടി ഇറക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിറക്കുക. അതുപോലെ തന്നെ മാനുഫാക്ചറർ ഞങ്ങൾക്കുള്ള ഡീലറിനെ സപ്പോർട്ട് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നേറാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി കിടന്ന് ബഹളം വെക്കുന്നത്. കാരണം അവർക്കും കുടുംബമുണ്ട്, ഫാമിലിയുണ്ട്. നമ്മളവരെ ചെന്ന് വീട്ടുകാരെ എല്ലാം തരും. ശരിയാണ്, നമുക്കൊരുപാട് ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. എന്നിരുന്നാൽ പോലും മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മൾ പോകാൻ ശ്രമിക്കണം. കാരണം അവരെ ഒരുപാട് തെറി പറഞ്ഞുകൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുകയില്ല. അവരെ കൂടെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഒരു മുന്നോട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ അടുത്ത സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഇതുപോലെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ച് അവരുടെ ആ ഒരു നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിന് അവർക്കൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മളും ആ രീതിയിൽ നിൽക്കുക. ഞങ്ങളെ മര്യാദയ്ക്ക് നിൽക്കുമ്പം നിങ്ങളുടെ ഒരു തോൽവിയായിട്ട് കാണാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പിയാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ